ശരിയാകാത്തതുകൊണ്ട് വിലപ്പെട്ടവൻ തന്നെ അടൂരിൽ കടന്നു വന്ന വിവരം അറിയിക്കുകയും മടങ്ങി പോരുകയും ചെയ്തു. തുടർന്നുള്ള വാർത്തകൾ വിലപ്പെട്ടവന്റെ മരണവാർത്തയാണ് ഞാൻ അറിയുന്നത്. ദൈവത്തോടുകൂടെ വസിപ്പിക്കുകയും നല്ല ഒരാത്മീയ പ്രചോദനത്തിൽ തലമുറയെ വളർത്തി മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന മക്കളായിട്ടും മക്കളെ ആദരിക്കുന്ന മാതാപിതാക്കളായിട്ടും ദൈവസ്നേഹത്തിന്റെ നീതിയെ പ്രസിദ്ധമാകുവാൻ തന്റെ ദാസിൽ കൂടെ ദൈവം പകർന്ന പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ വെളിപ്പെട്ടിരുന്നു. ഈ നദി ചെല്ലുന്നതൊക്കെയും ചലിക്കുന്നതായി കാണുകയും ചെയ്തിരിക്കും. ഏതൊരു സമയത്തും സൂക്ഷിയിൽ ദൈവാത്മാവിന്റെ ശക്തമായ ഇടപെടൽ എത്ര ദുഃഖത്തോടുകൂടി ആയിരിക്കുന്നവർക്കും അപ്പോൾ തന്നെ മറുപടി ലഭിച്ചവരായിട്ടാണ് ഞങ്ങൾ പലരെയായി ചെയ്തിട്ടുള്ളത്. ആ സത്യവും സന്തോഷവും എന്റെ ജീവിതത്തിലേറെ അനുഗ്രഹമായിരിക്കുന്നു. ദാസിനെ പോലൊരു മരണമുണ്ട്. അതിന് വ്യത്യസ്തമായി ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന നല്ല പ്രതീക്ഷ ലഭിച്ചു വരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനോട് കടന്നു അതിന്റെ ഭാര്യയും സഭയിലെ അമ്മച്ചകളും പ്രിയപ്പെട്ട സഹോദരന്മാരുണ്ട്. അപ്പച്ചൻ ഏറെ സ്നേഹിക്കുന്നവരാണ് സഭയിലെ എല്ലാവരും. അവരെല്ലാം ദുഃഖമാണ് തന്റെ ഭരണത്തിൽ കൂടെ വെളിപ്പെട്ടത്. എല്ലാവർക്കും കടന്നു വരാൻ കഴിഞ്ഞില്ലായെങ്കിലും ഇന്ന് ചെറിയ കൂട്ടമായി ഞങ്ങൾ കടന്നുവന്ന് ഈ സൃഷ്ടി പങ്കിടുവാൻ അവസരം നൽകി അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ത്യ ഫെയ്ത്ത് ബൈബിൾ അസംബ്ലിയുടെ അനുശോചനം ഞാൻ ഇന്ന് പലകാലം രേഖപ്പെടുകയാണ്. നമ്മളുടെ സ്വന്തത്തായിരിക്കുന്നു. മോർച്ചറിൽ നിന്ന് എടുക്കപ്പെട്ടതായ ഭൗമശരീരം ഏറിയാൽ 4 മണിക്കൂറേ വെച്ചേക്കാവൂ എന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഭൗമശരീരം വന്നിട്ട്. അതുകൊണ്ട് എത്രയും വേഗം ശുശ്രൂഷ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ദൈവദാസന്മാരും സമയം ചുരുക്കി അത് 1 മിനിറ്റ് കൂടുതൽ എടുക്കരുതെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ഭവനത്തിനും ഇവിടെ ആയിരിക്കുന്ന എല്ലാ കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർക്കും വീണ്ടും വരവനായ യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരത്തിൽ ആയിരിക്കുവാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്നാൽ ദൈവത്തിന്റെ പ്ലാനും ദൈവത്തിന്റെ പദ്ധതിയും ഓരോ വ്യക്തികളെക്കുറിച്ചും വളരെ ശ്രേഷ്ഠമാകയാൽ ദൈവത്തിന്റെ പ്ലാനിനെ നമുക്ക് തിരുത്തിക്കുറിക്കുവാൻ കഴിയുകയില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ ആ നാട്ടിൽ കടന്നു വന്നപ്പോൾ ഈ ഭവനത്തിൽ കടന്നു വന്നു. ജീവനോടെ കർത്താവിന്റെ ദാസൻ ഞങ്ങളെ യാത്ര അയക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം താൻ പ്രത്യാശയുടെ തീരത്തേക്ക് താൻ കടന്നു പോകുവാൻ ഇടയായിത്തീർന്നു. രാജസ്ഥാനിൽ IPCയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ ദാസൻ പല പ്രാവശ്യം അവിടെ കടന്നു വരുവാനും ഞങ്ങളുടെ ആരാധനയിൽ സംബന്ധിക്കുവാനും അനേക ദൈവമക്കളെ പ്രത്യാശയുടെ വചനങ്ങൾ നൽകി അവരെ ആശ്വസിപ്പിക്കുവാൻ തന്റെ ശുശ്രൂഷയിലൂടെ ദൈവം അവസരം നൽകി. രാജസ്ഥാനിലുള്ള IPC സഭകളുടെ അനുശോചനം ഈ തരുണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം നാദോത്തി സഭയിലെ ഞങ്ങളുടെ അനുശോചനം, ഞങ്ങളുടെ വ്യക്തിപരമായ അനുശോചനം, എന്റെ കുടുംബത്തിന്റെ അനുശോചനം അറിയിക്കുന്നു. അവസരം നൽകിയ കർത്താവിന്റെ ദാസന് നന്ദി അറിയിച്ചുകൊണ്ട് വാക്കിൽ വിരമിക്കുന്നു. ദൈവം സഹായിക്കും. ഭോപ്പാലിൽ നിന്ന് കടന്നു വന്ന ഭോപ്പാൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർ PC സണ്ണി നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപിതാവിന്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയ കുടുംബം, പ്രിയപ്പെട്ടവർ, കർത്താവിന്റെ ദാസന്മാർ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രിയ കുടുംബവുമായി കഴിഞ്ഞ 20 വർഷക്കാലത്തെ പരിചയവും ആ സ്നേഹബന്ധവും ഞങ്ങൾക്കുണ്ട്. ഞാൻ ബീഹാറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ പിതാവിന്റെ മൂത്ത മക്കളും കുടുംബവുമായി പരിചയപ്പെടുവാനും ആ സ്നേഹബന്ധം ഇന്നേ വരെയും നിലനിർത്തുവാനും സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കി. ഇവിടെ പറഞ്ഞു കേട്ടതുപോലെ തന്നെ തന്റെ കുഞ്ഞുങ്ങളെയും ദൈവികമായ മാർഗത്തിൽ എപ്പോഴും വളർത്തിയെടുക്കുന്നതിനും നല്ല ഉപദേശം കൊടുക്കുന്നതിനും പ്രിയ പിതാവിന് കഴിഞ്ഞു എന്നുള്ളതിന് തെളിവാണ്. തന്റെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നവരും കൈത്താങ്ങൽ നൽകുന്നവരുമാണ് എന്നുള്ളത് പ്രശംസനീയമായിരിക്കുന്ന വസ്തുതയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആ പ്രിയ കുടുംബത്തിന്റെ സ്നേഹത്തോടുള്ള ബന്ധത്തിലാണ് ഇന്ന് പൽക്കാലം എനിക്ക് വേണ്ടി ആയിരിക്കാൻ ഇടയായത്. പ്രിയ പിതാവുമായിട്ട് പരിചയപ്പെടുവാനും സ്നേഹബന്ധം പുലർത്തുവാനും ഒക്കെ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. തന്റെ കൊച്ചുമകളുടെ വിവാഹത്തിന് കടന്നു വരുവാൻ, അതിൽ പങ്കുചേരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഭാഗ്യം നൽകി. ഈ പ്രിയ പിതാവിന്റെ വേർപാട് കേട്ടപ്പോൾ ആ പ്രിയ സഹോദരിയുടെ കുടുംബത്തോട് ചേർന്ന് ഞങ്ങൾ ദുഃഖിക്കുന്നു.
ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ് തന്റെ മൂത്ത മകളും കുടുംബവും. ആ പ്രിയ സഹോദരനും കുടുംബത്തിനും മറ്റു കുഞ്ഞുങ്ങൾക്കും ദൈവം ആശ്വാസവും ബലവും പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വചനത്തിൽ നാം വായിക്കുമ്പോൾ എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ എന്ന് വായിക്കുന്നു. ദൈവ സഭയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി, വേലയ്ക്ക് വേണ്ടി തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും പോരാടി ക്രിസ്തുവിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ ദാസൻ ഒരു ഭാഗ്യ പദവിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ തന്റെ വേർപാട് നമ്മെ മാനുഷികമായ നിലയിൽ വേദനിപ്പിക്കുന്നതാണെങ്കിലും നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവിന്റെ വരവിൽ നമുക്ക് വീണ്ടും കാണുവാൻ കഴിയുമെന്നുള്ളത്. ഈ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുംബൈ ചർച്ചിക്കോട് സെൻട്രൽ വെസ്റ്റ് റീജിയന്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന ഭോപ്പാൽ ദൈവസഭയുടെയും എന്റെ കുടുംബത്തിന്റെയും വ്യക്തിപരമായ ദുഃഖം ഈ അവസരത്തെ ഓർപ്പിച്ചുകൊണ്ട് വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ഭവനം, പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ വന്ദനം അറിയിക്കുന്നു. പ്രത്യേകമായിട്ട് പ്രിയ കർത്താവിന്റെ വിലയേറിയ ദാസന്റെ വേർപാടോടനുബന്ധിച്ച് ഞങ്ങളുടെ സഭയായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസനെ അധികമായിട്ട് എനിക്ക് പരിചയപ്പെടുവാനോ ഒന്നും സാധിച്ചിട്ടില്ലെങ്കിലും ഒരു വൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്ന് ആ വൃക്ഷത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നതുപോലെ ഈ കർത്താവിന്റെ വിലയേറിയ ദാസന്റെ മകൾ സൂസമ്മ ഞങ്ങളുടെ സഭയിലെ ബ്രദർ ശശി ബ്രദറാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. കർത്താവൻ ആ പ്രിയ ദാസി ഞങ്ങളുടെ സഭയിൽ കടന്നു വന്ന് അന്ന് മുതൽ ആ പ്രിയ ദാസിയുടെ ജീവിത രീതി കാണുമ്പോൾ ഒരു നല്ല പിതാവിന്റെ മകളാണെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അങ്ങനെ ആ പിതാവിനെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ആ പിതാവ് തന്റെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിലും ദൈവാശ്രയത്തിലും ദൈവസ്നേഹത്തിലും വളർത്തി അതിന്റെ ഉത്തമമായ ഒരു മാതൃകയാണ് കുഞ്ഞുങ്ങളൊക്കെയും എന്നുള്ളതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. കടന്നു വരാൻ സാധിച്ചില്ല. കഴിഞ്ഞ ദിവസം ഒരു ചെറിയ അപകടം സംഭവിച്ചു. അതോടെ ഭവനത്തിൽ വിശ്രമിക്കുന്നു. കർത്താവിന്റെ വിലയേറിയ ദാസന്റെ വ്യക്തിപരമായിട്ടും ദുഃഖം അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മണ്ണാറക്കുളഞ്ഞി ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ പ്രത്യാശയും ഈ സമയം അറിയിക്കുന്നു. എന്റെയും ദുഃഖങ്ങളും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കും. കഴിഞ്ഞ ദിവസം എന്റെ മക്കളുടെ ഡൽഹിയിൽ നിന്ന് വിളിച്ചപ്പോൾ തന്നെ വില അറിയിച്ചു. അതനുസരിച്ച് ഞാൻ തന്റെ മക്കളുമായി ഇടപെട്ടപ്പോൾ യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞു. അധികമായ ദുഃഖവും പ്രയാസവും ഭാരമുണ്ടെന്ന് വരികയും അധികം കഷ്ടതയും പ്രയാസങ്ങളും പ്രതികൂലമില്ലാതെ ഒരു അനുഗ്രഹീതമായ യാത്രയ്ക്ക് തന്റെ കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരുള്ളപ്പോൾ സ്വർഗത്തിലെ ദൈവം കരുതിയ ആ വലിയ കരുതലിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഈ ഭവനമായി 2 വർഷക്കാലം അതിലുപരിയായിട്ട് വലിയ വർഷങ്ങളുടെ സ്നേഹബന്ധം തന്റെ കുഞ്ഞുങ്ങളും തന്റെ പ്രിയപ്പെട്ടവരുമായിട്ടുണ്ടാക്കുകയും അനുഗ്രഹീതമായ സ്തോത്രം ചില ആരാധനകൾ ചില വർഷങ്ങളോളം ഈ കുടുംബത്തിൽ നടത്തുകയും അതിനനുസരണമായി അനുഗ്രഹീത പ്രവർത്തികൾ ചെയ്തെടുപ്പാനും സ്വർഗമിടയാകിട്ടുള്ള സ്നേഹബന്ധത്തിൽ എന്നും കർത്താവ് നിലനിർത്തുന്നു. സ്തോത്രം. കാർത്തരായ കുഞ്ഞുങ്ങളോടുള്ളതായ എന്റെ നന്ദിയായ കർത്താവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. ഞങ്ങൾപ്പെട്ട് നിൽക്കുന്ന ബേലുഗോസ്ബൽ അസംബ്ലിയുടെ അനുഗ്രഹീതമായ കൗൺസിലിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നിങ്ങളുള്ള ദുഃഖത്തിന്റെ പങ്കുചേരൽ അറിയിച്ചുകൊണ്ട് നന്ദി അറിയിക്കുന്നു. ദൈവമായി ശ്രദ്ധിക്കുമാറാകട്ടെ. ബോധപ്പെടുമാറാകട്ടെ. നമ്മുടെ വാത്സല്യ പിതാവ് ഈ ലോകത്തുനിന്നും മാറ്റപ്പെട്ട് നിത്യതയിലേക്ക് ചേർക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ പിതാവുമായിട്ട് ഏതാണ്ട് 3 വർഷത്തെ പരിചയം എനിക്കുള്ളെങ്കിലും വളരെയധികം ആത്മീയപരമായിട്ടുള്ള ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. പ്രിയ പിതാവിന്റെ മകൻ ആൻഡമാൻസിൽ ഇപ്പോൾ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ ഡാനിയൽ എന്റെ ഒരു സുഹൃത്താണ്. മാത്രമല്ല ഈ കുടുംബത്തിലെ ഓരോ വ്യക്തികളുമായിട്ട് നല്ലൊരു ആത്മീയ ബന്ധം എനിക്കുണ്ട്. ഈ കർത്തദാസൻ എന്റെ ഭവനത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടെ ആത്മീയ കൂട്ടായ്മകളിലൊക്കെ പങ്കുകൊള്ളുവാനും പലപ്പോഴും താൻ എന്നോട് സംസാരിക്കുന്ന സമയങ്ങളിലൊക്കെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ആരംഭ സമയങ്ങളിലൊക്കെ തന്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പല അനുഭവങ്ങളും ശുശ്രൂഷയിലുണ്ടായിട്ടുള്ള പല അനുഭവങ്ങളും എന്നോട് ഷെയർ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അതൊക്കെയും എന്റെ ശുശ്രൂഷയിലൊക്കെ വളരെ പ്രചോദനകരവും വളരെയധികം
അനുഗ്രഹമായി തീർന്നിട്ടുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ തന്നെ കർത്താവിന്റെ നാമത്തിനു വേണ്ടി വളരെയധികം ആത്മാർത്ഥതയോടെ അനേക ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു ദൂരദാസനാണത്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളും പ്രവർത്തനങ്ങളൊക്കെ അനേക സഭകൾക്ക് അനേക ആത്മാക്കൾക്ക് വിടുതലായി തീർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ആമേൻ. ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അവരെ ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. അപ്പോൾ തന്നെ സ്ഥിതിയിൽ നമുക്ക് ഒരുമിക്കാൻ കഴിയും എന്നുള്ള ഒരു വലിയ പ്രത്യാശ ദൈവമക്കൾക്കുണ്ട്. ഈ പ്രത്യേക സാഹചര്യത്തില് എന്റെ വ്യക്തിപരമായിട്ടുള്ള എന്റെ ഭവനത്തിന്റെയും എന്റെ വ്യക്തിപരമായ പേരിലുള്ള എല്ലാ അനുശോചനങ്ങളും ആശ്വാസവചനങ്ങളും ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിക്കും. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് ഞാൻ ശേഷം വിചാരിച്ചിരുന്നില്ല. പ്രിയ ദാനിയേൽ സഹോദരന്റെ ആകസ്മികമായ വേർപാട് ഞങ്ങളെ വളരെയധികം ദുഃഖിപ്പിച്ചു. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പല ആത്മീയ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അങ്ങനെ ആത്മീയ ബന്ധത്തിലായിരുന്നു. പലപ്പോഴും ഈ ഭവനത്തിൽ കടന്നു വന്നിട്ടുണ്ട്, പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് എല്ലാ മാസവും ഞങ്ങൾ കേരളത്തിലെ പല ജയിലുകളിൽ ഒരുമിച്ച് കടന്നുപോവുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് കാരണമായിട്ട് എല്ലാ